നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രെയിംലെസ് വൈപ്പർ യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന വൈപ്പർ ഫ്രെയിംലെസ് ആണ്, ഫ്രെയിമൊന്നും ഇല്ലാത്ത വൈപ്പറാണ്, ഫ്ലെക്സിബിളാണ്. എങ്ങനെ വേണോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൽ മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യമെന്നത്, ഒരു പരിധി കഴിയുമ്പോൾ, അതായത് ഒരു നിശ്ചിത കാലാവധിയുണ്ട്, 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെയാണ് വൈപ്പർ ബ്ലേഡിൻ്റെ കാലാവധി. സാധാരണ 6 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ 6 മാസം ആവുന്നതിന് മുന്നേ തന്നെ ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇതുപോലെ ഒരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നുണ്ട്. അതായത് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത്, നിർത്തിയിടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷെഡിൽ കിടക്കുന്ന സമയത്തോ ചൂടുള്ള കാലാവസ്ഥയിൽ വാഹനം ഓടേണ്ട ഒരാവശ്യം വരികയോ അല്ലെങ്കിൽ പാർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയോ വരികയാണെങ്കിൽ വൈപ്പർ ബ്ലേഡ്, അതായത് ഗ്ലാസ്സിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വൈപ്പർ ബ്ലേഡിനെ ഇങ്ങനെ നൂത്ത് വയ്ക്കാറുണ്ട്. നൂത്ത് വയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ മടങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, വൈപ്പർ ബ്ലേഡ് ഇങ്ങനെ മടങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ മടങ്ങിയിട്ട് നിൽക്കുമ്പോൾ ഫ്രെയിം ഇല്ലാത്തത് കൊണ്ട് സ്റ്റഡി ആയിട്ടായിരിക്കില്ല, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ല, മടങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെ മടങ്ങുമ്പോൾ കാലക്രമേണ ഈ ഭാഗം, ഈ കർവ് വരുന്ന ഭാഗം, സെൻറ്റർ പോർഷൻ, കർവ് വരുന്ന പോർഷൻ കംപ്ലൈൻ്റ് ആവുകയും കാലക്രമേണ ഈ കാണുന്ന ഭാഗം കംപ്ലൈൻറ്റ് വരികയും ഇവിടം വച്ച് അടർന്നു മാറിയിട്ട് വൈപ്പർ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഗ്ലാസ്സിന് പോറൽ സംഭവിക്കുകയും ചെയ്യും. എന്നാൽ ഈ കാര്യം ഒരുവിധപ്പെട്ട വാഹന ഉടമകളോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവറോ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വേനൽക്കാലമാണ്, വാഹനത്തിന് വൈപ്പറിൻ്റെ ഉപയോഗമില്ല, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. പല സ്ഥലങ്ങളിലും വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വൈപ്പർ ഇങ്ങനെ നൂത്ത് വയ്ക്കാറാണ് പതിവ്. ഈ നൂത്ത് വയ്ക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു രീതിയിൽ കർവുള്ളത് കൊണ്ട് ഇവിടം വച്ചിട്ട് വളഞ്ഞിട്ട് ഈ ഭാഗം അടർന്നു പോവുകയോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വന്ന് ഇളകി പോവുകയോ ചെയ്യും. എന്നാൽ പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. അതുമാത്രമല്ല, ഇങ്ങനെ അടർന്നു പോകുന്ന സമയത്ത് ചിലർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതിനെ അങ്ങ് വലിച്ചിളക്കും. ഇങ്ങനെ വലിച്ചിളക്കിയിട്ട് ഈ ബ്ലേഡിൻ്റെ ഒരു പോർഷൻ വലിച്ചിളക്കിയിട്ട് ഫ്രെയിം മാത്രം ഇങ്ങനെ ഈ കാണുന്ന ഭാഗം മാത്രം വച്ചിട്ട് വൈപ്പർ ഇടാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കാലക്രമേണ ഗ്ലാസ്സിൽ ലൈന് വീഴുകയും വാഹനം മഴയത്തും രാത്രി കാലങ്ങളിലും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും. ഫ്രെയിംലെസ് വൈപ്പർ വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ ഏറെ ഉപയോഗമുള്ളതുമാണ്. എന്നാൽ ഒട്ടുമിക്ക പേർക്കും ഈ വൈപ്പറിൻ്റെ ബ്ലേഡിൻ്റെ കാലാവധി എത്രയാണെന്ന് അറിയില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓരോ 6 മാസം കൂടുന്തോറും വൈപ്പറിൻ്റെ ബ്ലേഡ് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം 6 മാസം മഴക്കാലവും 6 മാസം ചൂടുള്ള കാലാവസ്ഥയുമാണ്. അതുകൊണ്ടാണ് 6 മാസം കൂടുന്തോറും വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, പരമാവധി ഫ്രെയിംലെസ് വൈപ്പർ ആണെങ്കിലും ഫ്രെയിമുള്ള വൈപ്പർ ആണെങ്കിലും ഏതാണെങ്കിലും 6 മാസം കൂടുന്തോറും റീപ്ലേസ് ചെയ്യുന്നത് വിൻഷീൽഡ് ഗ്ലാസിനും വൈപ്പറിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കും നല്ലതാണ്.